പൊതുജനങ്ങളുടെ പരാതികൾ കേൾക്കാനും വേഗത്തിൽ പരിഹാരം കാണാനും ഇന്നു മുതൽ പുതിയ ക്രമീകരണം. മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ എന്ന പേരിലാണ് പുതിയ സംവിധാനം. വൈകിട്ട് മുഖ്യമന്ത്രി സിറ്റിസൺ കണക്റ്റിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്യും. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് പൊതുജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവയ്ക്ക് പരിഹാരമുണ്ടാക്കാനും ഇന്നു മുതൽ ഒരു പുതിയ സംവിധാനം നിലവിൽ വരികയാണ്. മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പേര്. ആ CM വിത്ത് മീ എന്ന പദ്ധതി നടപ്പാക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തെ പഴയ എയർ ഇന്ത്യയുടെ ഓഫീസായിരുന്ന ഓഫീസ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇത്. വിശാലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് വൈകിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം. ക്രമീകരണങ്ങളെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് പ്രധാന കോൺഫറൻസ് റൂം. ഇവിടെയാണ്, അതായത് പൊതുജനങ്ങൾക്ക് ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. ഇതാണ് ടോൾ ഫ്രീ നമ്പർ 1800-425-6789. ഒന്നുകൂടി പറയാം, 1800-425-6789. ഈ നമ്പറിൽ 24 മണിക്കൂറും, അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്, എപ്പോഴാണോ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ തോന്നുന്നത്, എന്തെങ്കിലും പരാതികൾ പറയാനുണ്ടോ, എപ്പോൾ വേണമെങ്കിലും ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. ഇനി ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ cmwithme.kerala.gov.in എന്ന വെബ്സൈറ്റ് ഉണ്ട്. ഒപ്പം ഇമെയിൽ ഉണ്ട്, email@cmwithme.in എന്നീ 3 സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് പരാതികളും സർക്കാരുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഏതെങ്കിലും രീതിയിൽ പരിഹാരം തേടേണ്ട അപേക്ഷകളോ അങ്ങനെ എന്ത് വിഷയം വേണമെങ്കിലും നിങ്ങൾക്ക് CM വിത്ത് മീ എന്ന ഈ ഒരു പുതിയ ക്രമീകരണത്തിലൂടെ അറിയിക്കാം. ഇതിൽ ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ടോൾ ഫ്രീ നമ്പറിലെ കോളുകൾ എടുക്കാൻ ഇത്രയും വലിയ ക്രമീകരണങ്ങൾ ഉണ്ടാകും. ഒപ്പം ഇതിന് ഓരോ നോഡൽ ഓഫീസർമാരുണ്ടാകും ഈ അതാത് ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ച്. അതായത് നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു സംശയവും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു പരാതിയും സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഉന്നയിക്കുന്നതെങ്കിൽ ആ വകുപ്പിലേക്ക് ഇവരുടെ പരാതികൾ പോകും. 48 മണിക്കൂറിനകം നിങ്ങൾക്ക് ആരാണോ വിളിക്കുന്നത് അവർക്ക് തിരികെ ഫോണിലൂടെ തന്നെ ആദ്യം വിളിച്ച് അതിനുള്ള മറുപടി നൽകണമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ നിങ്ങളുടെ പരാതി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള മറുപടി ആയിരിക്കില്ല ലഭിക്കുന്നത്. ഈ പരാതിയിൽ പ്രാഥമികമായി എന്താണ് നടപടി സ്വീകരിക്കുന്നത്, എന്താണ് തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് മുഖ്യമന്ത്രി ആദ്യ പരാതി സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഇവിടെ വന്നിരുന്ന മുഖ്യമന്ത്രി ആദ്യ കോൾ സ്വീകരിക്കും. 55 സർക്കാർ ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. തുടർന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ, 2 KS ഉദ്യോഗസ്ഥർക്കാണ് അഡ്മിനിസ്ട്രേഷൻ ചുമതല. പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ക്യാമറാമാൻ സിറിലിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.